സഖാവ് ഇ.പി. ജയരാജൻ്റെ ഇതെൻ്റെ ജീവിതം എന്ന ആത്മകഥാ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അതിനുള്ളിൽ ധാരാളം സ്ഫോടനാത്മകമായ വിവരണങ്ങളുണ്ടെന്ന സംഭവങ്ങളുണ്ടെന്ന കേൾക്കുന്നത്, ഞാൻ വായിച്ചിട്ടില്ലല്ലോ. അത് ഇറങ്ങിയപ്പോൾ പാർട്ടിയുടെ സെക്രട്ടറിയായ എം.വി. ഗോവിന്ദനും അതുപോലെ തന്നെ പി. ജയരാജൻ മാഷും ഇവരാരും വന്നിട്ടില്ല അവിടെ. അങ്ങനെ ഒരു വിവാദം ഇപ്പോൾ ഉണ്ട് അതിനെപ്പറ്റി. അപ്പോൾ പാർട്ടിയിൽ ഈ ഇദ്ദേഹം നേരത്തെ തന്നെ ഒറ്റപ്പെടുന്നു എന്നൊരു സംസാരമുണ്ട്. അത് കൂടുതൽ ബലവത്താവുകയാണോ ഇപ്പോൾ? ജയമോ പറഞ്ഞത് ശരിയാണ്. ഇ.പി. ജയരാജൻ്റെ ആത്മകഥാ പ്രകാശനത്തിന് CPM സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയോ ഒന്നും അവിടെ സന്നിഹിതരായിരുന്നില്ല. CPMൻ്റെ പ്രമുഖ നേതാക്കൾ ആരും ഉണ്ടായില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇ.പി. ജയരാജൻ പാർട്ടിക്ക് അനഭിമതനായിട്ട്, അല്ലെങ്കിൽ പിണറായി വിജയനും എം.വി. ഗോവിന്ദനുമൊക്കെ അനഭിമതനായിട്ട് നാളുകളേറെയായി. കാരണം എം.വി. ഗോവിന്ദൻ യഥാർത്ഥത്തിൽ ഇ.പി. ജയരാജനേക്കാൾ വളരെ ജൂനിയറാണ്. എന്നിട്ടും അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയി, അല്ലെങ്കിൽ അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറി ആക്കാൻ പിണറായി ചണ്ട വിളിച്ചു, തന്നെ അവഗണിച്ചു സംസ്ഥാന സെക്രട്ടറി ആകുന്നതിൽ. ആ ഒരു വേദനയും വിഷമവും വൈരാഗ്യവും ഒക്കെ ശരിക്കും ഈ ഇ.പി. ജയരാജനുണ്ട്. അതിടയ്ക്കിടയ്ക്ക് അദ്ദേഹം പ്രകടിപ്പിക്കാറുമുണ്ട്. അപ്പം അതുകൊണ്ട് ആദ്യം അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് കട്ടൻ ചായയും പരിപ്പടയുന്നായിരുന്നു. പക്ഷെ അതിലെ ചില വിവരങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് അത് വലിയ നിയമ പോരാട്ടത്തിലേക്ക് പോവുകയും DC ബുക്സിൽ നിന്ന് എടുത്തു മാറ്റി മറ്റേ അത് വേറൊരു പബ്ലിഷിംഗ് ഹൗസിന് കൊടുക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായതായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും അത് പുറത്തു വന്നതിൻ്റെ പിന്നിലും ചില CPMലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിലെയും ഇ.പി. ജയരാജൻ വിരുദ്ധ CPM നേതാക്കളുടെ ചില കളികളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇ.പി. ജയരാജൻ്റെ രാഷ്ട്രീയം പതിയെ അസ്തമിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, പാർട്ടിയിലെ മറ്റുള്ളവർക്കും മനസ്സിലായി. അപ്പോൾ എം.വി. ഗോവിന്ദൻ തന്നെക്കാൾ വളരെ ജൂനിയറായി എം.വി. ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ ആ പാർട്ടിയിൽ എന്താണ് തനിക്ക് പ്രസക്തി? തൻ്റെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം പോലെ എടുത്തു മാറ്റി അദ്ദേഹം BJPയിലേക്ക് പോകാൻ പോകുന്നു. പ്രകാശ് ജാവദേക്കർ അദ്ദേഹത്തെ വന്ന് കാണുന്നു. അങ്ങനെ ഒരു വലിയൊരു പുകമറയായിരുന്നു ഇ.പി. ജയരാജൻ. അതുണ്ടായിരുന്നല്ലോ ആ സമയത്ത്. ഇപ്പോൾ ഇതിൽ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്ന ഒരു സാധനം പറഞ്ഞു കേട്ടത്, ആ സമയത്ത് ഇ.പി. ജയരാജൻ്റെ മകനെ സ്ഥാനാർത്ഥിയാക്കാനും മത്സരിപ്പിക്കാനും വേണ്ടിയിട്ട് ശോഭാ സുരേന്ദ്രൻ പ്രയത്നിച്ചു എന്നും അതിനു വേണ്ടിയിട്ടാണ് ഇ.പി. ജയരാജനെ വന്ന് കണ്ടതെന്നും ഒക്കെ ഒരു ഇതിലുണ്ടെന്നാണ് പറയുന്നത്. അതെ. കാരണം വെച്ചാൽ ഇ.പി. ജയരാജൻ CPM ആയിട്ട് തെറ്റിത്തുടങ്ങിയ 4 മുതൽ BJP അദ്ദേഹത്തെ നോട്ടം വിടുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഒരു കാലത്ത് കണ്ണൂരിലെ RSS വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മുഖമായിരുന്നു ഇ.പി. ജയരാജൻ. ജയരാജനെ വധിക്കാൻ വേണ്ടി RSS നടത്തിയ ശ്രമമായിരുന്നു ആ ട്രെയിനിൽ സംഭവിച്ച വെടിവെപ്പും. അദ്ദേഹം വളരെ ഇതായിട്ട് രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തു. വെടിവെപ്പിന് അദ്ദേഹം ആ കൊലപാതക ശ്രമത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു. അതിന്റെ പിന്നിലെ മുൻ RSSകാരായിരുന്നു വിക്രം ജാലി ശശി എന്നൊക്കെ പറയുന്ന പോലെ മുൻ RSSകാരായിരുന്നു അതിന്റെ പിന്നിൽ എന്നപ്പോൾ എല്ലാവർക്കും അറിയാം. അതേ തുടർന്ന് കെ സുധാകരനും എം.വി. രാഘവനും വേട്ടയാടപ്പെടുകയും കെ സുധാകരൻ മുൻ RSSകാരെ ഉപയോഗിച്ച് ഇ.പി. ജയരാജനെ വകവരുത്താൻ തുനിഞ്ഞതാണെന്നുമൊക്കെയുള്ള വാദങ്ങളൊക്കെ അക്കാര്യത്തുണ്ടായി. ഏതായാലും ഇയാളെ ഇ.പി. ജയരാജനെ വധിക്കാൻ ശ്രമിച്ച വിക്രം ജാലി ശശിയെ CPM പ്രവർത്തകർ കൊന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇ.പി. ജയരാജൻ പാർട്ടിയോട് അകന്നു നിൽക്കുകയായിരുന്നു. അദ്ദേഹം വ്യവസായ മന്ത്രിയാവുകയും ഇടയ്ക്ക് വ്യവസായ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരികയും തൻ്റെ ഭാര്യയുടെ ചേച്ചി P.K. ശ്രീമതി ടീച്ചറുടെ മകന് ഒരു നിയമനം നൽകിയതിൽ ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ആരോപണം ഉയർന്ന് അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ രാജിവെക്കേണ്ടി വന്നിട്ട് അദ്ദേഹം 1.5 വർഷത്തോളം പുറത്തു നിന്നു. അപ്പോൾ 1.5 വർഷത്തോളം പുറത്തു നിൽക്കേണ്ടി വന്നത് പിണറായി വിജയന്റെ ഒരു കളിയായിരുന്നു എന്നാണ് അദ്ദേഹം ശരിക്കും വിശ്വസിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ മകന്റെ വൈദേകം റിസോർട്ടിനെതിരെ വലിയൊരു ആരോപണം പി. ജയരാജൻ, അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ ശത്രു പി. ജയരാജൻ ഉയർത്താൻ കാരണവും പിണറായിയുടെയും എം.വി. ഗോവിന്ദന്റെയും തന്ത്രപരമായ ചില നീക്കങ്ങളായിരുന്നു. അങ്ങനെ തന്റെ പാർട്ടിയിൽ ഇല്ലാതാക്കാനും ഒറ്റപ്പെടുത്താനും പിണറായി വിജയനും എം.വി. ഗോവിന്ദനും ശ്രമിക്കുന്നു എന്നുള്ള വസ്തുത അദ്ദേഹം മനസ്സിലാക്കി. അതേ തുടർന്ന് അദ്ദേഹം പാർട്ടി വിട്ട് ഇവർക്കൊരു തിരിച്ചടി നൽകാനുള്ള ശ്രമം നടന്നു. യഥാർത്ഥത്തിൽ BJPയിലേക്ക് അദ്ദേഹം പോകാൻ തീരുമാനിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ പിണറായി വിജയന്റെ തന്ത്രപരമായ ഇടപെടലും, കാരണം പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കയ്യിലുകൊണ്ട് അധികാരം നന്നായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പഴയ വല്ല കേസുകൾ കുത്തിപ്പൊക്കിയെടുത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ ഭയന്നിട്ടായിരിക്കണം, അങ്ങനെയാണ് പറയപ്പെടുന്നത്, അദ്ദേഹം BJPയിലേക്ക് പോയില്ല എന്ന് പറയുന്നവരുമുണ്ട്. ഇതിന്റെ കൃത്യമായ വസ്തുത നമുക്കറിയില്ലെങ്കിലും അങ്ങനെ പോയില്ല, അതുകൊണ്ടാണ് അദ്ദേഹം പോകായിരുന്നത് പറയുന്നവരുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നത് താൻ CPM വിട്ട് രാഷ്ട്രീയ പാർട്ടിയിലേയും പോകില്ല, താൻ മരണം വരെ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുന്നതാണ് ഇ.പി. ജയരാജൻ നമ്മൾ വിളിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തെ പറയുന്നത്. ഏതായാലും ഇ.പി. ജയരാജൻ CPMനോട് വളരെ നീരസമുണ്ട്, താൻ അവഗണിക്കപ്പെടുന്നു, തന്നെ ഒറ്റപ്പെടുത്താനും അഴിമതിക്കാരനായിട്ട് ചിത്രീകരിക്കാനും CPM ഒരു വിഭാഗം ശ്രമിക്കുന്നു. അതിൽ ഭയങ്കര
ഒരു മനസ്താപവും വൈരാഗ്യവും ഒക്കെ അദ്ദേഹത്തിനുണ്ടെന്ന് ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മളെ അറിയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു ആശങ്ക, ഈ മലയാളികളിൽ ഈ പുസ്തകത്തിന്റെ വായന പുരോഗമിക്കേ നമ്മുടെ ഇ.പി. ജയരാജൻ സഖാവിന് പുറത്തു പോകേണ്ടി വരുമോ? ഇല്ല, അദ്ദേഹം അങ്ങനെ അധികം പതിയെ CPM ഇല്ലാതാവുന്നതായിട്ടൊരു സംശയം വേണ്ട. അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ കേന്ദ്ര കമ്മിറ്റിയിലുണ്ടാവും. അത് കഴിഞ്ഞ് അദ്ദേഹം പതിയെ രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്ക്രമിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇ.പി. ജയരാജൻ്റെയൊക്കെ രാഷ്ട്രീയം ഏറെക്കുറെ അവസാനിച്ച് കഴിഞ്ഞു. നമ്മൾ ഈ ആത്മകഥയും അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി ജയരാജനെ പോലുള്ളവർക്കൊന്നും ഇ.പി. ജയരാജനും പി ജയരാജനും ഒന്നും കേരളത്തിലെ CPM വലിയ പ്രസക്തി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അങ്ങനെ പറയുമ്പോൾ ഈ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹാക്കളൊക്കെ നേതാക്കളൊക്കെ പുസ്തകം രചനയിലേക്ക് മാറുകയാണോ? അല്ല, അങ്ങനെ സാധ്യതയുണ്ട്. ഇപ്പൊ G. സുധാകരനും എഴുതാൻ പോകുന്നത് കേട്ടു, ഇ.പി. ജയരാജൻ എഴുതുന്നു, പി ജയരാജന്റെ പുസ്തകം. അപ്പൊ ഇവരെല്ലാവരും പുസ്തകം എഴുതി കഴിയുമ്പോഴത്തേക്കും CPM അന്തർരഹസ്യങ്ങൾ അല്ലെങ്കിൽ CPM ഇവർ അഭിമുഖീകരിച്ച പ്രതിസന്ധികളും ഒറ്റപ്പെടുത്തലെല്ലാം തുറന്നെഴുതുകയാണെങ്കിൽ CPM സംബന്ധിച്ചോളം ഈ പുസ്തകങ്ങൾ CPM രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാം. മുൻ CPM നേതാക്കളുടെ അല്ലെങ്കിൽ CPM ഇപ്പോൾ വലിയ കാര്യമായ പ്രവർത്തനം നടത്താതെ ഒതുങ്ങിപ്പോയ ഈ CPM നേതാക്കളിലെ ഈ ഒരു പുസ്തകം എഴുത്ത് ഒരു പക്ഷേ CPM വരും കാലങ്ങളിൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും പുസ്തകം എഴുതി കഴിഞ്ഞാൽ പാർട്ടി പ്രതിസന്ധിയിലാവും. അതെ, അത് വേറൊരു ചൂണ്ടുവലകയാണോ? അതായത് നേരിട്ട് പറയാൻ പറ്റുന്നില്ല, അപ്പോൾ അത് പുസ്തകത്തിലൂടെ പറയാന്നുള്ളൊരു അതെ അങ്ങനെ. കാരണം നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പുസ്തകത്തിലൂടെ പറയാൻ തങ്ങളെ ദ്രോഹിച്ചവരെയും തങ്ങളെ ഒറ്റപ്പെടുത്തിയവരെയും ഒക്കെ പുസ്തകത്തിൽ തുറന്നു കാണിക്കാം. ഇപ്പൊ ഇ.പി. ജയരാജൻ അത്ര തുറന്നു കാണിച്ചോന്ന് എനിക്കറിയില്ല. കാരണം പുള്ളിക്ക് എപ്പോഴും പിണറായി ഒരു പേടിയുണ്ട്. കാരണം പിണറായിക്കെതിരെ നീങ്ങുക എന്നുള്ളത് ആത്മഹത്യകരമാണെന്ന് ഏതായാലും ഇ.പി. ജയരാജൻ അറിയാം. ഇ.പി. ജയരാജന്റെ മനസ്സിൽ പിണറായിയോട് ഭയങ്കര എതിർപ്പ് വിരോധം ഉണ്ടെങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തോളം അദ്ദേഹത്തിനെതിരെ നീങ്ങിക്കഴിഞ്ഞാൽ വിവരം അറിയുന്നു അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കടിച്ചു പിടിച്ചാണ് നിൽക്കുന്നത്. ഏതായാലും എന്നെ ഇങ്ങനെ ഒതുക്കാൻ. പക്ഷെ M.V. ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി ആക്കിയതോടുകൂടി തന്നെ ഇ.പി. ജയരാജൻ പാർട്ടിയിൽ നിന്ന് പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്നുള്ള അവസ്ഥയിലാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള മറ്റൊരു കാര്യമാണ് ഈ പാർട്ടി, സ്വന്തം പാർട്ടി ആയാലും മറ്റു പാർട്ടികളായാലും ചെറിയൊരു വിടവ് എവിടെയെങ്കിലും വന്നാൽ അത് വികസിപ്പിച്ച് അകൽച്ച കൂട്ടുക എന്നുള്ളൊരു സാധനം ഇതിൻ്റെ ഉള്ളിലുണ്ട്, നേതാക്കന്മാർക്കിടയിലുണ്ട്. അതങ്ങനെയാണ്. ഒരു നേതാവ് ഇല്ലാതായി പോകുന്നതാണ് മറ്റൊരു നേതാവിന് നല്ലത്. കാരണം ഇപ്പോൾ ഇ.പി. ജയരാജനെതിരെ കണ്ണൂരിലെ പി ജയരാജനാണ് ഏറ്റവും അധികം രംഗത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ മകൻ്റെ റിസോർട്ടിനെതിരെ പരാതിയൊക്കെ കൊടുത്ത് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി കൊടുത്തത് പി ജയരാജനാണ്. പി ജയരാജനും ഈ ഇ.പി. ജയരാജനെ പോലെ തന്നെ പാർട്ടിയുടെ ഏറെക്കുറെ പിന്നാമ്പുറത്ത് പുറമ്പോക്കി കിടക്കുന്ന ആളാണ്. അദ്ദേഹത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി MP ആയി നിന്ന് മത്സരിക്കാൻ വിട്ടു, പരാജയപ്പെട്ടു. അതിപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഈ പഴയ നേതാക്കളെല്ലാവരും ഏറെക്കുറെ അസ്തമിച്ചു കഴിഞ്ഞു. ഈ അസ്തമിച്ചു പോകുന്ന നേതാക്കൾ തമ്മിലുള്ള ഒരു വൈരാഗ്യം ഉണ്ടല്ലോ, അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. പി ജയരാജനും ഇ.പി. ജയരാജനും രണ്ടുപേരും CPM പുറമ്പോക്കിലായി കഴിഞ്ഞു. ഒരു കാലത്ത് CPM കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ജയരാജൻ, M.V. ജയരാജൻ, ഇ.പി. ജയരാജൻ, പിണറായിക്ക് ഒപ്പം അങ്ങനെ ഒരു സാധനം ആയിരുന്നു. പിന്നീടാണ് M.V. ഗോവിന്ദൻ വന്നതെന്ന് തോന്നുന്നു അല്ലേ? അതായത് പിണറായി, ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ ഇ.പി. ജയരാജനായിരുന്നു കണ്ണൂർ ലോബിയുടെ രണ്ടാമത്തെ ആള്. കണ്ണൂർ ലോബിയിലെ CPM കണ്ണൂർ ലോബിയിലെ രണ്ടാമത്തെ നേതാവ് പിണറായി കഴിഞ്ഞാൽ രണ്ടാമത്തെ നേതാവ് ഇ.പി. ജയരാജനായിരുന്നു. അപ്പോൾ പിണറായി മുഖ്യമന്ത്രിയാകുമ്പോൾ കോടിയേരി കഴിഞ്ഞാൽ പിന്നെ ഇ.പി. ജയരാജൻ സംസ്ഥാന സെക്രട്ടറി ആകുമെന്നാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത്. എന്നാൽ അദ്ദേഹത്തെ തട്ടി നീക്കിക്കൊണ്ട് M.V. താരതമ്യേന ജൂനിയറും അത്ര വലിയ പ്രഗത്ഭനമൊന്നും ഇല്ലാത്ത M.V. ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആക്കിയതോട് കൂടി തന്നെ കണ്ണൂർ ലോബി തകർന്നു. CPM പ്രമാദമായ 10-45 വർഷം നിലനിന്ന കണ്ണൂർ ലോബി തകർന്നു. അതാണ് സംഭവിച്ചത്. ഇ.പി. ജയരാജൻ വിട്ടതോടെ തന്നെ കണ്ണൂർ ലോബി തകർന്നു. ഇനി പി ജയരാജനും കാണാൻ പറയത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ M.V. ജയരാജൻ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ വഴികളിൽ തന്നെ പോകേണ്ടി വരും. അപ്പോൾ കണ്ണൂർ ലോബി ഇല്ലാതായി കഴിഞ്ഞു. കണ്ണൂർ ലോബിയിലെ പ്രമുഖ നേതാക്കളെയും പിണറായി ഇല്ലാതാക്കി കഴിഞ്ഞു. ഏതായാലും ഒരു ഇ.പി. ജയരാജൻ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് പോകുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരു പുസ്തക വിപ്ലവം നടക്കും. തീർച്ചയായിട്ടും ഒരു പുസ്തക വിപ്ലവം CPM ഉണ്ടാകും. ഈ എല്ലാ നേതാക്കളും, ഒറ്റപ്പെട്ടു പോയ എല്ലാ നേതാക്കളും പുസ്തകം എഴുതി കഴിയുമ്പോൾ പിന്നെ CPM ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ.